പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. ഈ വിടുതലിന്റെ സാക്ഷ്യവും ജയത്തിന്റെ സാക്ഷ്യവും ദൈവം അത്ഭുതം ചെയ്ത കാര്യങ്ങള് കേൾക്കുന്നതാണ് നല്ലത്. ചിലരോട് സംസാരിച്ചാൽ പരാജയത്തിന്റെ കാര്യം മാത്രമേ പറയുള്ളൂ. അവരോട് മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ഒട്ടും മിണ്ടരുതെന്നല്ല, എന്തുകൊണ്ട് വിശേഷം ആണ്. അന്നേരം അവിടുന്ന് സ്ഥലം കാര്യമാക്കിയാണ്. അങ്ങനെയുള്ള മെനകേടുമായിട്ട് അധികം വർത്താനം പറഞ്ഞ നിന്റെ ആകെ ചില വിശ്വാസം നിനക്കുള്ളത് അതുകൂടെ പറയും. എന്നാൽ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞവരും ജയത്തിന്റെ കാര്യം പറയുന്നവരുമായിട്ട് ഏറെ സംസാരിച്ചോണം. ആ ഇച്ചിരി വിശ്വാസം വർദ്ധിച്ചു വരും. സ്തോത്രം. ചിലരുടെ പ്രകൃതി അങ്ങനെ. കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, അവൻ നമ്മുടെ പ്രകൃതി. ചിലർ ആ പ്രകൃതിക്കാരാ. ഞാൻ അങ്ങനെയുള്ളവരുമായിട്ട് അധികം സംസാരിക്കുകയല്ല. അതെ, എന്തോ പ്രാർത്ഥിക്കാം അങ്ങനെ പറഞ്ഞ അധികം മിണ്ടരുത്. അവരുമായിട്ട് മിണ്ടിയാ നമ്മുടെ ഉള്ള വിശ്വാസം, ഈ വിശ്വാസം കേൾവിയല്ല, ആ കേൾവി ക്രിസ്തുവിന്റെ വചനത്താല. ഇത് അറിഞ്ഞോ വന്ന് പറയുന്ന അറിഞ്ഞോ ഇല്ല? എന്താ ബേബിക്കുട്ടി മരിച്ചു, എന്തോ പറ്റി? ക്യാൻസർ ആണ്. ഓ, ഇതിനൊന്നും വിടുതല കിട്ടാൻ പോകുന്നില്ലല്ലോ. ഇങ്ങനെ കൂടിയും കുറഞ്ഞു. ഇന്നലെ ഞങ്ങളൊരു വീട്ടിൽ ചെന്നു. 100 വയസ്സോളം എടുക്കുന്ന അമ്മ, 94 വയസ്സായപ്പോൾ ആ ക്യാൻസർ ഉള്ളപ്പോ ഞാൻ ഈ അമ്മ എടുക്കുന്നത് എന്നാ ധൈര്യമായിരുന്നു അറിയാം. ക്യാൻസർ മാറി, അമ്മ നല്ല പയർ പോലെ നിൽക്കുന്നു. ഇപ്പൊ അമ്മ പറയാ ക്യാൻസർ വന്നത് ഗുണമായിരുന്നു. സ്തോത്രം, സ്തോത്രം. ഇത് നമുക്ക് വന്നില്ല, വരരുത്, ദൈവം വരുത്തത്തുമില്ല. എന്നാലും നമുക്കങ്ങ് പലരും ഇങ്ങനെ പലതും പറയുന്നത് ഞങ്ങൾക്കൊരു ഡൗട്ടാ. യോബ് പറഞ്ഞത്, ഞാൻ ഭയപ്പെട്ടത് എനിക്ക്. പുള്ളി അങ്ങനെ ഇരുന്നപ്പോ ചിന്തിച്ചു, ദൈവമേ പിള്ളേരെല്ലാം ചത്തുപോയാൽ ഞാൻ എന്നോ ചെയ്യും? 10 ചത്തു. എന്റെ ദൈവമേ ഈ താമസിക്കുന്ന പേരെ എങ്ങാനും ഞങ്ങളുടെ മണ്ട വീണ അന്നേരം ഒരു കൊടുങ്കാറ്റ്, അതെന്ത് കാരണം? ഭയപ്പെട്ടതാ. പെണ്ണമ്മ എന്നെ തള്ളി പറയുവോ? കൂടെ താമസിച്ച പെണ്ണമ്മയെന്നൊന്നും അല്ല യോബിന്റെ ഭാര്യയുടെ പേര്. ഞാൻ എങ്ങനെ പെണ്ണമ്മ എങ്ങാനും എന്നെ അന്നേരം എന്ന് പറഞ്ഞ് പോയി ചാകണമെന്ന് പറഞ്ഞു കുത്തിയിരിക്കുക. എന്റെ ശരീരം ഇനി എങ്ങാനും രോഗത്താൽ പിടിക്കപ്പെടും. അന്നേരം ഉച്ച മുതലുള്ള കാലം വരെ. സ്തോത്രം. ഭയപ്പെട്ടത് മനുഷ്യന് ആ ചിന്താഭാരം വരും. അപ്പോൾ അതിനെ അതിജീവിക്കാൻ സ്തോത്രം ചെയ്ത് വചനം ഉരുവിട്ട് അതിന്റെ മേൽ ജയമെടുക്കണം. സ്തോത്രം. ഞാന് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഒന്ന് മാർഗം പറഞ്ഞു തരിക. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇന്നത് അസുഖം അല്ലെ, ഇന്ന സാധ്യതയാണ്. ആട്ടെ, അവര് പരിശോധിച്ചപ്പോ കണ്ടതാ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം 103 ബലപ്പെട്ടോണം. അവൻ നിന്റെ അകലത്തെ മോചിക്കുന്ന സകല രോഗങ്ങളെ ഈ വാക്യം ഉരുവിട്ടണം. ഞാന് രാവിലെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ആ ഗുരുമന്ദിരത്തില് അവരുടെ ഉത്സവമാണ്. അപ്പം ഇവിടെ ഞാൻ രാവിലെ വേറെ പുസ്തകമൊക്കെ വായിച്ച് ഇന്നലെയും വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചു. ഒരൊറ്റ കാര്യം അവന് ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒറ്റ വാക്കേ ഉള്ളൂ.
അതിതാ, നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യണ്ട. ഓം നമ ശിവായ, ഓം നമ ശിവായ. വേറൊന്നുമില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഉരുവിടുക. അപ്പോൾ അന്തരീക്ഷം മുഴുവൻ ഈ ശബ്ദം കേൾക്കുന്നിടത്തല്ല ഇതിന്റെ മുഖരിതമാണ്. ഇനി അതിന്റെ ഒരു മാർമിക വിഷയം പറയാം. ഒരു കാര്യം ഉരുവിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ പവർ ഉണ്ടാകും. അതിന്റെ പവർ ഉണ്ടാകും. നിങ്ങളൊന്ന് പരീക്ഷിച്ചേ. നിനക്ക് രോഗം കാണും, ക്ഷീണം കാണും, ക്ലേശം കാണും, കെടുതി കാണും. ഡോക്ടർമാർ തന്ന റിപ്പോർട്ട് ചിലപ്പോ കയ്യിൽ കാണും. അവര് പറഞ്ഞു മിക്കവാറും വെല്ലൂര് പോകാനാ സാധ്യത. അതൊക്കെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ നീ വിശ്വാസത്തോടെ ഈ വാക്യം ഒന്ന് ഉരുവിട്ടെ. യഹോവന്റെ അകൃത്യം മോചിക്കും സകല രോഗത്തെ സൗഖ്യമാക്കും. യഹോവന്റെ അകൃത്യം മോചിക്കും സകല രോഗത്തെ സൗഖ്യമാക്കും. യഹോവന്റെ അകൃത്യം മോചിക്കും സകല രോഗത്തെ സൗഖ്യമാക്കും. സകല രോഗത്തെ സൗഖ്യമാക്കും. സകല രോഗത്തെ ഇതെങ്ങനെ ഉരുവിട്ടോണ്ടിരുന്നത്. ഇങ്ങനെ ഉരുവിട്ടോണ്ടിരിക്കുമ്പോൾ ഇതിന് പവർ ഉണ്ടാകും. ആ പവർ ഉണ്ടാകുമ്പോൾ സകല രോഗക്കെടുതിയും മാറും. ഇത് രണ്ട് സ്തോത്രം പറഞ്ഞു പിന്നെ മിണ്ടുകയല്ലോ. വലിയ ബുദ്ധിമുട്ടി ആരാണ്ട്. ഞാൻ ഞായറാഴ്ച പോലെ പിന്നിരിക്കുന്നത് ചുണ്ടലി നെല്ല് വിളിക്കും പോലെ. ചിലര് അവരുടെ വിഷയം, അവരുടെ കുടുംബക്കാരുടെ വിഷയം, അവരോട് ബന്ധപ്പെട്ടവരുടെ വിഷയം പറയുമ്പോൾ ഭയങ്കര സ്തോത്രവും കൈയടിയും ബഹളവും. എന്നാ മറ്റൊരാളുടെ വിഷയം പറയുമ്പോ അവരത്ര. ഞാൻ പലരെയും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ നല്ല പലയിടത്തും പല സ്ഥലങ്ങളിലല്ലേ പോകുന്നത്. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു. കുടുംബ പ്രാർത്ഥനയ്ക്ക് മറ്റുള്ളവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ അവരെ അനങ്ങുകയല്ല, ഇങ്ങനെ. അവരുടെ വിഷയം വരുമ്പോൾ ഒരു ചാട്ടവും മറുഭാഷി തുള്ളാത്തവനെ കൂടെ തള്ള തുള്ളിപ്പിക്കും. നമുക്ക് അറിവുള്ള വാക്യമായി എല്ലാവരും ഉരുവിടുന്നതാ. യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതിക്ക് മാറ്റം വരാൻ വേണ്ടി സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ല. അല്ലല്ല, തന്റെ ചിന്ത എന്റെ സ്ഥിതി മാറിയാലും മാറിയില്ലെങ്കിലും അവന്റെ സ്ഥിതിക്ക് മാറ്റം വരണം. ആ ഉന്നത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് എന്തെയോ മാറ്റം. അതെ, ഇടയ്ക്ക് കയറി ഇത്ര പറഞ്ഞതേ ഉള്ളൂ. ഇടതടവില്ലാതെ വാക്യങ്ങൾ പറയും. ഞാന് ബാംഗ്ലൂരിലെ ഒരു വീട്ടിൽ പോകാറുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു വിശേഷത എന്തെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ മുഖാന്തരം ഒരുക്കട്ടെ നിങ്ങൾക്കും. അദ്ദേഹത്തിന്റെ വീടിന്റെ പ്രത്യേകത കാസറ്റ് ഉണ്ട്. അത് വേറെ പുസ്തകമാണ്. അത് രാവിലെ അങ്ങ് ഇടും. വാക്യമാണ്. അത് അങ്ങനത്തെ കാസറ്റ് ഉണ്ട്, വേറെ പുസ്തകം. അത് രാവിലെ അങ്ങ് ഇടും. രാവിലെ ഇട്ടാൽ രാത്രി വരെ ഇങ്ങനെ. അപ്പൊ വീടിനകത്ത് ഇങ്ങനെ വചനമാണ്. അല്പം വോളിയത്തിലായിടുന്നത്. ഞാൻ ആ വീട്ടിൽ ഒത്തിരി പാർത്തിട്ടുണ്ട്. ഇപ്പൊ ഈ വാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കും വേറൊന്നും പറയാൻ തോന്നുന്നില്ല. നിന്റെ വീട്ടിൽ ഇടുന്നത് മണിയുടെ പാട്ടാണ്. ഏതാ? ഓ, ചാലക്കുടി മണി മരിച്ചു. അതിന് നിന്റെ വീട്ടിൽ ഇരിപ്പതുവാ കലാഭവൻ. അതാ എനിക്ക് ആ പേര്. മണി മോശക്കാരനാണോ പുള്ളിയുടെ പാട്ട് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പെന്തിക്കോസുകാരുടെ വീട്ടിലെ കാര്യമായി പറഞ്ഞു. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ വീട്ടിൽ വചനം മുഴങ്ങണം. അപ്പൊ ഈ ദൈവവചനം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതലുണ്ടാകും. കാരണം വചനം കടന്നു എന്ന് ക്രിയ ചെയ്യും. അത് വെറുതെ തിരിച്ചു വരത്തില്ല. ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിപ്പിക്കും. ഇങ്ങനെ
ഈ വചനം ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നമുക്ക് മറ്റു കാര്യങ്ങളും ചിന്തയും പരവേശവും വെപ്രാളമൊന്നും. സ്തോത്രം. നമ്മുടെ വീട്ടിലെ എന്തൊക്കെയാ മുഴങ്ങുന്നുള്ളത്? അലക്കുകയും രാകുകയും തന്നെ രാകുകയും നെഞ്ചത്തലയ്ക്കുകയും അങ്ങോട്ട് നോക്കി അപ്പുറത്ത് കാര്യം രാഗി. ഈ കാലം വന്നത് കൊണ്ടാണ് ഞങ്ങളും നിങ്ങളും അത് ശീലിക്കണം. ആരെന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും വചനത്തിൽ കൂടെ ആയിരിക്കണം. വചനം. സ്തോത്രം. അപ്പൊ തന്നെ വചനം പഠിക്കുകയും ചെയ്യാം, അതിൽ തിട്ടമാകും. ഞങ്ങൾക്ക് കാവാലത്ത് ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു, അമ്മണി കൊച്ചമ്മ, മരിച്ചുപോയി. എന്ത് ചോദിച്ചാലും വചനത്തിൽ കൂടെ മറുപടി പറയുള്ളൂ. അത് കൃത്യമായിരിക്കും. ആ കൊച്ചമ്മേനെ ഞാൻ പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇപ്പോൾ ഓർക്കുന്ന, അവർ നടന്നു വന്നപ്പോൾ അവിടെയുള്ള സ്ത്രീകളെല്ലാം കൂടെ മഠത്തിൽ നിന്നിങ്ങനെ സ്ത്രീകളെല്ലാം കൂടെ കൂടിയിരുന്ന് എന്തോ കളിയാ. ഉച്ച കഴിഞ്ഞു ഈ കൊച്ചമ്മ ഇങ്ങോട്ട് നടന്നു വരിക. അപ്പം അവർ സ്ത്രീകൾ പറഞ്ഞ് അമ്മണിമാമ്മയും കൂടെ വരാൻ പറഞ്ഞു. ഉടനെ പുള്ളിക്കാർ പറഞ്ഞു, ഓ ഞാൻ ഇരമയാ പറഞ്ഞ പോലെ കളിക്കാരുടെ കൂട്ടത്തിൽ പോലും അവർ നടന്നു. മെതേഡ് അതാണ് പറഞ്ഞത്. സ്തോത്രം. വചനം. ആ കൊച്ചമ്മ പാടത്ത് പണിക്ക് ചെല്ലും. രണ്ട് സ്ത്രീകളാണ്. ഈ വേറെ കൊച്ചമ്മയും കൂടെ ഉണ്ട്. ഈ അമ്മണി കൊച്ചമ്മയും 18-ലെ കൊച്ചമ്മയും. അപ്പൊ ഇവര് പണിക്ക് പാടത്തിറങ്ങിയാൽ ആ കണ്ടെത്തി വേറെ ആരും പിന്നെ ഒന്നും പറയുകയല്ല. ഇവര് പാട്ടുമൊക്കെ പാടി വചനം പറയും. വേറെ അവിടെ 10, 30, 40 സ്ത്രീകൾ കാണും. അവരാരും രണ്ടും വന്നിട്ടുണ്ട്, ഒന്നും മിണ്ടണ്ടെന്ന് പറയും. അത്രയ്ക്ക് സാക്ഷ്യവുമായിരുന്നു. അഞ്ചില് അമ്മണി കൊച്ചമ്മയുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും സ്ത്രീകളൊക്കെ അവര് കണ്ടെത്തി പണിതുകൊണ്ടിരിക്കുമ്പോൾ നല്ല പാട്ടുമൊക്കെ പാടി. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സ്ത്രീകളും ഒക്കെ പാട്ട് പഠിച്ചു. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെയ്യുന്ന കാര്യമാണ്. വചനം പറയും. അതാണ് നല്ല സാക്ഷ്യമാണ്. രണ്ടുപേരും കടന്നുപോയി. സ്തോത്രം. അമ്മണി കൊച്ചമ്മ ഞാൻ കുറച്ചുകൂടെ മെച്ചം. സ്തോത്രം. നമ്മുടെ ഒക്കെ 2 പേര് വന്നാലോ? വേറെ ദിവസം കൂടെ പറിച്ചു കയറിയച്ച് ആ ടൈപ്പാ. നാം ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും വഴി യാത്ര പോയാൽ എവിടെ ചെന്നാലും നമ്മുടെ വായിന്ന് തിരുവചനം വരണം. സ്തോത്രം. ഈ ശിവപാസ്റ്റർ എന്നെയും പഠിപ്പിച്ച ഒരു അധ്യാപകനായ ജെയിംസ് വർഗീസ് ആണ്. അതായത് ചർച്ചക്കോടിന്റെ മുൻ ഓവർസിയറായിരുന്ന MB ചാക്കോ സാറിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ജെയിംസ് വർഗീസ്. എനിക്ക് അദ്ദേഹത്തെ ബഹുമാനം, നമുക്കൊന്നും അറിയത്തില്ല. ഇതുപോലെ ഇംഗ്ലീഷ് പാട്ട് പാടുന്നൊരു മനുഷ്യൻ. അത് നല്ല സുഖപ്രദമാണ് കേൾക്കാൻ. ക്ലാസ്സിന് വരുമ്പം സാറിന് പാട്ട് പാടും ആദ്യം. അത് ഇംഗ്ലീഷ് പാട്ട്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷത, അത് സരസമായി സംസാരിച്ചാൽ എന്ത് പറഞ്ഞാലും പുള്ളിയും വചനത്തിൽ നിന്നാണ്. നമ്മൾ എന്ത് സംസാരിച്ചാലും പുള്ളി ഉടനെ വചനം കോട്ട് ചെയ്തതിന്. സ്തോത്രം. സ്തോത്രം. ഒരിക്കലും ക്ലാസ്സിലെ ഒരു സഹോദരൻ, അദ്ദേഹം ആദ്യം എവിടാ വീട്? ഞാൻ പറഞ്ഞു കുണ്ടറ, കൊല്ലത്തിനടുത്ത് കുണ്ടറ. ഉടനെ പുള്ളി പറഞ്ഞ് കല്ലറയിൽ നിന്ന് പുറപ്പെടുകയല്ലോ. സ്തോത്രം. ഉദാഹരണമാണ്. അതുപോലെ ഒരു ദൈവദാസന ജോസ് പാസ്റ്റർ, കണ്ണൂര്. ഞാനും ജൂബി ദാനിയേൽ പാസ്റ്ററുടെ മൂത്ത മകനും കൂടെ ഒരു ശുശ്രൂഷയ്ക്ക് തൃശ്ശൂർ പോയി. തിരിച്ച് ഞങ്ങള് ബസ്സിന് വന്ന് എറണാകുളം സ്റ്റാൻഡിൽ ബസ് നിർത്തി. അത്
തിരുവനന്തപുരം ബസ് ആയതുകൊണ്ട് ഞങ്ങൾ വേറൊരു ബസ് കയറണം, കോട്ടയത്തിന് വരാം. ഞങ്ങളത് കയറിയിരുന്നപ്പോൾ ഈ ജോസ് മാസ്റ്റർ പെട്ടെന്ന് എവിടെയോ പോയിട്ട് വന്നു. അപ്പം 3 പേര് ഇരിക്കുന്ന സീറ്റ് ഞങ്ങൾ 3 പേര് ഇരുന്നു. വേറെ ആൾക്കാർ വന്ന് കയറി, ബസ് നടന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് ബസ് വിടും. അപ്പോൾ സ്റ്റാൻഡിൽ അങ്ങോട്ട് മാറി ഭയങ്കര ബഹളം, അടിയോ പ്രശ്നം, ബഹളം ഏതാണ്ട ഭയങ്കര ബഹളം. പുള്ളി നല്ല രസികനുമാണ്. അവിടെ ജോസ് മാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ എവിടെ ഇരിക്കുക, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അപ്പം ഞാനും ജോസിനും ഇങ്ങനെ നോക്കുക. പുള്ളി അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളിയെ കാണുന്നില്ല. ബസ് വിടാറായപ്പോൾ പുള്ളി ഓടി വന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര ബഹളം. ഞാൻ ചോദിച്ചു, എന്നാ വിഷയം? അങ്ങനെ പുള്ളി പറയാം, ഓ ആരവാരവം അധികമാകുന്നതല്ലാതെ കാര്യമൊന്നും. ഞാൻ വചനം കോട്ട് ചെയ്തെന്നായി പറഞ്ഞത്. എന്നുവെച്ചാൽ അവിടെ തല്ലൊന്നും നടന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ബഹളമാണ്. അതിനെ പുള്ളി വന്ന് ആരവാരവം അധികമാകുന്നല്ലേ, കാര്യമൊന്നും നടക്കുന്നില്ല. ആ സന്ദർഭോചിതമായിട്ട് ഇത് ഇങ്ങനെയൊക്കെ ഉരുവിടണമെങ്കിൽ അകത്ത് തിരുവചനം വേണം. നിങ്ങൾ ചിലരോട് സംസാരിച്ച് അവര് വചനത്തിൽ നിന്നാണ്. ഞങ്ങൾക്കൊരു അമ്മയുണ്ടായിരുന്നു, ഇഷ്ടിക തലയെ വീണ് തല പൊട്ടി. ചോര കളിച്ചപ്പം മോള് വന്ന് പറഞ്ഞു, അയ്യോ തല പൊട്ടി. ഇല്ലടി എല്ലാം നന്മയ്ക്കാന്ന് പറഞ്ഞു എന്നെ എടുത്തോണ്ട് വരാൻ. സ്വത്രം വന്ന് തലയിലോട്ട് വെച്ചില്ല, തല കരിഞ്ഞു. സ്തോത്രം, എല്ലാം നന്മയ്ക്കാ. പേരൊന്നും പറയുന്നില്ല. അത്യാസന്റെ നിലയിൽ കിടന്നപ്പോ ഞാനും ചെന്ന് കാണാൻ ചെന്നപ്പോ ഞാൻ ചോദിച്ചു, എങ്ങനുണ്ട്? ശുദ്ധീകരിച്ചോണ്ടിരിക്കുക, പോകാൻ. അതാ പറഞ്ഞു. നമ്മളാന്നല്ല, അയ്യോ ഞാൻ എന്നോട് ഈ കിടക്കൈ ആ നോട്ടവും മേലോട്ടുള്ള നോട്ടം കിടപ്പം കണ്ട ദൈവം എന്നോട്. പക്ഷെ എന്നോട് അദ്ദേഹം പറഞ്ഞല്ല, ശുദ്ധീകരിച്ചോണ്ടിരിക്കുക, പോകാറായെന്ന്. നമുക്കൂടെ ഒരു ഉന്മേഷം ഉണ്ടായി. സ്തോത്രം. നമ്മുടെ പാപ്പച്ചായന്റെ പിതാവ് അത്യാസനത്തിൽ കിടക്കുന്നത് ഞങ്ങളും ചെന്നു. അപ്പനും മോനോട് സംസാരിക്കുക. പാപ്പച്ചും പോകാറായില്ലേ? ഉടനെ അപ്പനാല്ലേ, അപ്പനോട് പറഞ്ഞ വിളിക്കാതെ പോകാൻ പറ്റുമോ? അപ്പനും മോനോട് സംസാരിക്കുക. ഉടനെ പാപ്പച്ചൻ വിളിക്കാൻ പ്രാർത്ഥിക്കാം. ഉടനെ അപ്പൻ അതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, വിളിക്കട്ടെ. നമുക്ക് രസകരമായി തോന്നാം, അതൊക്കെ നല്ല ഉറപ്പും ധൈര്യം ഉള്ളതുകൊണ്ട്. വേറെ വല്ല അപ്പനോട് മക്കളോട് ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ പ്രശ്നമാക്കും. അവനെ കൊല്ലാൻ വന്നതെന്ന് പറയും. സ്തോത്രം. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. ആരെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ വെപ്രാളം തല്ലുകയല്ല, അതിന് വചനത്തിൽ നിന്ന് മറുപടി പറയണം. എന്നാ സാറാ ഈ കത്തത് തന്നെ വരുന്നോണ്ട് സാറാ, ഞാനും അത് തന്നെ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട്. അന്നേരം പറയണം, കത്തത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. പ്രത്യാശ ഉളവാക്കുന്നത് കൊണ്ട് കഷ്ടങ്ങളിലും പ്രശംസിക്കും. ഇതായിരുന്നു മറുപടി. അല്ല ഞാൻ ഈ കാവുമ്പാത്ത് വന്ന ഈ കുരുക്കിനകത്ത് അകപ്പെട്ട എന്റെ അമ്മാമ്മ ഇനി കഴിച്ചിട്ട് ഇറക്കാനും വരെ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, എന്നാ ചെയ്യുന്ന ആത്മഹത്യ ചെയ്താലോ എന്ന്. അതാണ് അതിന്റെ മറുപടി. സ്തോത്രം. ഞാൻ ഉദാഹരണമായി പറയാം. ദൈവത്തിന്റെ മഹത്വം. നമ്മളോട് എന്ത് ചോദിച്ചാലും വചനത്തിൽ കൂടെ ധൈര്യപ്പെട്ട് മറുപടി. വചനത്തിൽ എന്ന് പറഞ്ഞാൽ അവന്റെ നാവടെ പിന്നെ ചോദ്യം ചോദിച്ചോണ്ട് വരികയല്ല. നീ വചനത്തിൽ നിന്ന് പറയാതെ പിന്നെയും പമ്മി ഇരുന്ന് അവൻ പിന്നെയും ആവശ്യമില്ലാത്തത് ചോദിച്ചോണ്ട് വരും. അവസാനം നീ നശിച്ചു പോകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കുക. ഇന്നലെ സൂചിപ്പിച്ചല്ലോ, ഇവര് ചെങ്കടലിൽ കടന്ന് മരുഭൂമിയിൽ പ്രവേശിച്ചു വന്ന് രഫീദിമിലെത്തിയപ്പോൾ ഒരല്പ പ്രശ്നം, വെള്ളം ഇല്ല. വെള്ളമില്ലാതെ വരുമ്പോൾ വെള്ളം ചോദിക്കുകയോ വെള്ളത്തിനുള്ള മാർഗം കണ്ടുപിടിക്കുകയോ അങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്. പക്ഷെ ഇവര് വെള്ളം ചോദിച്ചത് മര്യാദക്കല്ല ചോദിച്ചത്, പിന്നെ കലകിച്ചാ ചോദിച്ചത്. സ്തോത്രം. കലകിച്ചാ ചോദിച്ചത്. ഈ വെള്ളം ഇവിടെ ഇല്ലാഞ്ഞത് അല്ലെ കൊടുക്കാൻ ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല.
കാരണം എലീമിൽ ദൈവം കൊണ്ടുവന്നതല്ലേ. എലീമിലാണ് 12 നീരറവും 70 ഈന്തപ്പന. അവിടെ കൊണ്ടുവന്ന ദൈവത്തിന് പിന്നെ ഇവിടെ രബീദിമിൽ കൊടുക്കാമല്ലേ. പുറപ്പാട് 15:27 വായിച്ചേ. പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരറവും 70 ഈന്തപ്പന. അപ്പോൾ 12 നീരറവും 70 ഈന്തപ്പന എലീമിൽ. ആ എലീമിൽ ഇവരിപ്പം അത് 15:27. 17-ാം അധ്യായത്തിൽ രബീദിമിലെത്തി. എലീമിൽ നിന്ന് പ്രയാണം ചെയ്ത് പിന്നെ യാത്ര ചെയ്ത് രബീദിമിലെത്തി. ഇവിടെ വന്നപ്പം വെള്ളമില്ല. അപ്പൊ എലീമിൽ വെള്ളത്തിന്റെ സമൃദ്ധി കൊടുത്തതാണ്. ആ ദൈവത്തിന് ഈ രബീദിമിലും വെള്ളം കൊടുക്കാം, പക്ഷെ കൊടുത്തില്ല. അതിന് എലീമിൽ കൊടുത്തതല്ലേ. അതിന് ദൈവം വല്ലപ്പോഴുമേ തരുവോളൂ. അത് ഒന്ന് തന്നേച്ച് പിന്നെ അങ്ങ് ക്ഷീണിക്കുവോ? സ്തോത്രം. എലീമിൽ സമൃദ്ധിയുടെ അനുഭവത്തിൽ ദൈവം നടത്തി. എന്നാൽ രബീദിമിൽ വന്നപ്പം വെള്ളം. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പാഠമാണ്. ചില സന്ദർഭങ്ങളിൽ നിനക്ക് സമൃദ്ധി ലഭിക്കും, ചില സന്ദർഭങ്ങളിൽ ഞെരുക്കം വരും. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്കതിന്റെ ശാസ്ത്രീയ വശമൊന്നും അറിയാൻ പറ്റില്ല. കണ്ടതിന്റെ വെളിച്ചത്തിൽ പറയാ. ഇവർക്കൊക്കെ ആകുമ്പം പിന്നെ കുറച്ചുകൂടെ അറിയാം, പഠിച്ചവർക്ക്. ഈ ECG നോക്കുമ്പം അതിനെന്നാ പറയുന്നത്? ഗ്രാഫിക്കോ? ഗ്രാഫ്. അതാ ഇങ്ങനെയാണ് നോക്കുന്നത്. സ്കെയിൽ വെച്ച് വരച്ച പോലെയാണോ? നോക്കിയിട്ടുള്ളതല്ലേ? കയ്യിലില്ലേ അത്? ഇങ്ങനെയാണ് ഇരിക്കുന്നത്. റെഗുലർ ട്രാക്ക് പോലെയാണോ? അല്ല. ആത്മീയ ജീവിതം ഇതൊക്കെ തന്നെ. സ്തോത്രം. അപ്പൊ ആത്മീയ ജീവിതം ഇതൊക്കെ തന്നെ. ദൈവത്തിന്റെ മഹത്വം. എലീമിന്റെ അനുഭവത്തിൽ കൂടെ ദൈവം തന്നെ നടത്തും. ചിലപ്പോൾ രബീദിമിന്റെ അനുഭവത്തിലും നടത്തും. എലീമിൽ നിന്ന് നന്മയും അനുഗ്രഹവും പ്രാപിച്ച ഈ രബീദിമിൽ വരുമ്പോൾ ഓടക്കൊണ്ടാക്കരുത്. അയ്യോ പെമ്പളയോട് പറഞ്ഞത്, എടീ ദൈവം നമുക്ക് തന്ന നന്മയൊക്കെ നമ്മൾ അനുഭവിച്ചു, അച്ഛനും തിന്മയും വരുമ്പോ വേണ്ടേ? സ്തോത്രം, സ്തോത്രം. അപ്പൊ ഈ രബീദിമി വന്നപ്പം വെള്ളമില്ല. അതെന്തിനാന്ന് ചോദിച്ചാൽ പുസ്തകം പഠിപ്പിക്കുന്നത് വെള്ളം കൊടുക്കാതിരുന്നത് ഇവരെ ഒന്ന് പരീക്ഷിച്ചതാണ്. 7-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗമായെങ്കിൽ 7-ാം വാക്യം വായിച്ചു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. മെരീബ വെള്ളത്തിങ്കൽ. അപ്പൊ പരീക്ഷിക്കുകയായിരുന്നു മെരീബ. മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. എലീമിൽ പരീക്ഷിച്ചില്ല ഈ കാലഘട്ടം. അപ്പൊ ഈ സങ്കീർത്തന 81:7 ലാസ്റ്റിൽ മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചതാണ്. നീ ആളെങ്ങനെ ഉണ്ടെന്ന്. നീ ഞായറാഴ്ച വെള്ളം ഇട്ട് മീശയെല്ലാം അടിച്ച് കമ്മലും മാലയെല്ലാം ഊരി തിത്ത് താരാ തിത്തി തൈ തിത്ത ഇതക ചെയ്തോ. നിന്നെ ഒന്ന് പരീക്ഷിക്കണ്ടേ? ആണോ? അത് ഒരു പണിയില്ല എന്നാ അവിടെ കുറെ നേരം പോയി ഇരിക്കാം. ഇതെന്താ ഇന്നെന്ന് അറിയണ്ടേ? അതോ എന്തായാലും ഉന്നം വെച്ചാണോ നീ ഇതിനകത്ത് വന്നത്? തയ്യൽ മെഷീൻ കിട്ടുമോ? അതിന് വീട് കിട്ടുമോ? ബാത്റൂം എല്ലാം പണിത് തരുമോ? അതോ സൈക്കിള് കിട്ടുമോ? അതിന് തന്നെ മേടിച്ചോണെങ്കിൽ എനിക്കെതിരൊന്നുമില്ല. എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നാ എന്റെ പ്രാർത്ഥന. അതോ യോഗം കഴിയുമ്പോൾ 2 പൂവൻ കോടിയെ കിട്ടുമോ? പെട്രോൾ അടിക്കാൻ ആരും കാശ് തരുമോ? സ്തോത്രം. പലര് വരുന്നതല്ലേ. ഇനി ആർക്കാലും ഒരു മഹാമനസ്കത തോന്നി നീ വരുന്ന എന്തിനാണ്? അതോ ദൈവത്തെ ആരാധിക്കാനാണോ? അതോ കൂട്ടായ്മയിൽ ബലപ്പെടാനാണോ? അതോ വചനം കേട്ട് ബലപ്പെടാനാണോ?
പരീക്ഷിക്കാനാണോ? ഇതൊന്ന് പരീക്ഷിക്കണം. സ്തോത്രം, 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 സ്തോത്രം. ഉദ്ദേശമാണ് ദൈവം നോക്കുന്നത്. ഈ ഞായറാഴ്ച വണ്ടിയിലാന്നേലും ബസ്സിലാന്നേലും നടന്നാന്നേലും സ്വന്തം വാഹനത്തിലും വരുന്നത് എന്തിനാന്ന ദൈവ ഉദ്ദേശമാണ്. അയ്യോ ഞായറാഴ്ച പള്ളിയിൽ പോയില്ലേ, നാട്ടുകാർ ചോദിക്കുന്ന അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഒക്കത്തില്ല. അന്നാത്തറ്റ ഒന്ന് താമസിച്ചാന്നേലും. കാരണം അപ്പുറത്തുകാർ ചോദിക്കും, നിങ്ങൾ നേരത്തെ പെന്തിക്കോസ്ത് കുട്ടിയും പാടി നടത്തിന് ഞായറാഴ്ച നിങ്ങൾ പോകുന്നില്ലേ? സ്തോത്രം. അറിയണ്ടേ ഉദ്ദേശം. അപ്പൊ മെരീബ വെള്ളത്തിങ്കിൽ ദൈവം എങ്ങനെയൊന്ന് പരീക്ഷിച്ചതാ. ഇവരാളെങ്ങനെ ഉണ്ടെന്ന് അതാ അങ്ങനെ ഉണ്ടാകും. അബ്രഹാമിനെ ദൈവം ഒന്ന് പരീക്ഷിച്ചു. അബ്രഹാം 100 മേടിച്ച് ജയിച്ചു. നമ്മുടെ പരീക്ഷയുടെ മാർക്കൊന്നും പൊതുവിൽ പറയാതിരിക്കുന്നതാ നല്ലത്. കാരണം ഉള്ള മാന്യതയും കൂടെ ചിലർക്ക് ചില മാർക്ക് കിട്ടി. അത് എങ്ങനെയാന്നുള്ളത് അവർക്കും ദൈവത്തിനും കടലാസ് പിടിച്ചു മേടിച്ച സാറിനും ഇപ്പൊ അത്ര പറയുന്നു. സാറൊരു താക്കീതും കൂടെ കൊടുത്തു, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇനി ആവർത്തിച്ചാൽ സ്തോത്രം. ദൈവം ഇതിനെ പരീക്ഷിച്ചു. ദൈവം ചില സന്ദർഭങ്ങളിൽ പരീക്ഷിക്കും. ആ പരീക്ഷയ്ക്ക് തോക്കരുത്, വിജയം പ്രാപിക്കും. സ്തോത്രം. അപ്പോൾ ഈ രബീനയിൽ വന്നപ്പോൾ കുടിക്കാൻ വെള്ളമില്ല, കലകിച്ച് വരും, വഴക്കുണ്ട്, ഭയങ്കര പ്രശ്നം. ഈ വഴക്കങ്ങോട്ട് രൂക്ഷമായിട്ട് ഇവര് ദൈവത്തിന്റെ ദാസനാകുന്ന മോശയെ, എന്റെ ഭാഷയെ പറഞ്ഞാൽ എറിഞ്ഞു പെടത്താൻ വേണ്ടി കരിങ്കല്ല് കയ്യിലെടുത്തു. കരിങ്കല്ല്. ഇസ്രായേൽ മക്കൾ കല്ലെടുത്തു എന്നവിടെ എഴുതിയിട്ടില്ല. എന്നാൽ മോശയുടെ സാക്ഷ്യത്തിൽ കിടപ്പുണ്ട് ഇവര് കല്ലെടുത്തെന്ന്. 17:4. വഴക്ക് രൂക്ഷമായപ്പോൾ മോശ ദൈവത്തോട് പറയുന്ന ഭാഗമാ ഇത്. വായിച്ചേ. എന്റെ ദൈവമേ, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? ഇവരെന്നെ കല്ലെറിയാൻ പോകുന്നെന്ന്. മതി മതി മതി, ഇവരെന്നെ പോകുന്നുവല്ലോ. ഇസ്രായേൽ മക്കൾ കല്ലെടുത്തു എന്നവിടെ എഴുതിയിട്ടില്ല. പക്ഷേ മോശയുടെ സാക്ഷ്യത്തിലുണ്ട് ഇവര്. കാരണം മോശ ഇവരെ എല്ലാം നോക്കിയപ്പോ സകല എണ്ണത്തിന്റെയും കയ്യിൽ ഓരോ കല്ലിരിപ്പുണ്ട്. എല്ലാവരുടെ കയ്യിൽ ഓരോ കരിങ്കല്ലിരിക്കുക. കരിങ്കല്ലുമായിട്ടായി ആത്മാവിൽ നമ്മുടെ ശക്തിയൂടെ ഒരിക്കൽ കൂടെ പോരാ. സകല എണ്ണത്തിന്റെ കയ്യിൽ എല്ലാവരുടെയും കൈ കരിങ്കല്ല്. മോശ ഇത് കണ്ടു വെച്ച് മോശ പറയാ, എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് എന്ത് ഇവരെന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കറിയാം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇവര് കരിങ്കല്ലെടുത്തെന്ന. സ്തോത്രം. അത്തിമരത്തിൽ എങ്ങനെയാ മുന്തിരിങ്ങ കായ്ക്കുന്നേ? മുന്തിരിയിൽ എങ്ങനെയാ ഞെരിഞ്ഞില് വരുന്നേ? സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയിൽ ഇതിനെല്ലാം പരിഹാരം. അതാ നല്ലത്. എന്തിനാ വെറുതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? പണ്ട് പഴമക്കാർ പറഞ്ഞ അടിയന്തരത്തിൽ വെച്ച് മുടിയാന്തരമായി പോകേണ്ട കാര്യം. സ്തോത്രം. എന്റെ പ്രിയരെ, നമ്മുടെ ഈ നാവ് ദൈവത്തെ സ്തുതിക്കാനേ ഉതകാവൂ. ഈ വേദപുസ്തകം എടുത്ത കൈ കൊണ്ട് വേറെ പുസ്തകം എടുക്കാൻ പോകരുത്. കർത്താവ്
കർത്താവിനെ മഹത്വപ്പെടുത്തി ഈ നാവ് കൊണ്ട് വേറെ ആരെയും മഹത്വപ്പെടുത്താൻ, പാസ്റ്റർമാരെ ആരെയും മഹത്വപ്പെടുത്തരുത്. ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ആയിട്ട് പറയാം. നിങ്ങൾ കേറുമ്പോ എനിക്ക് സ്തുതിയൊന്നും പാടരുത്. കർത്താവിന്റെ വലിയൊരു ദാസൻ, ശ്രേഷ്ഠദാസൻ, ഭയങ്കര ദാസൻ, മിണ്ടി പോകരുത്. ഇനി ഒറ്റ വാക്കി പറഞ്ഞോണം, ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്കും വെളിനാലിലും വരുമ്പോ നമുക്കത് ഒക്കത്തില്ല. ഇവിടെ ഉള്ള ദൈവദാസന്മാരുടെ എല്ലാം കൂടെ കർത്താവിന്റെ വലിയൊരു ദാസൻ, അത്ര വലിയ വിലയൊന്നുമില്ല. ദൈവത്തിന് പ്രിയമാണ്. കൂടെ കളത്തുവന്നും ആരും കളത്തണ്ട. മഹത്വമെല്ലാം ദൈവത്തിന് കൊടുക്കും. ശ്രേഷ്ഠദാസൻ ഉള്ളത് കൊണ്ടാ ഞാൻ, പിന്നെ ദൈവം തമ്പുരാനുള്ളത് കൊണ്ടാ. നിങ്ങൾ അങ്ങനെ എന്നെ കളത്തിയ എന്നെ അടിക്കും ഭൂതൻ. അപ്പൊ നിങ്ങൾ എന്നെ ക്രമിക്ക് കൊടുക്കാനിരിക്കുക. സ്തോത്രം. മഹത്വമെല്ലാം ദൈവത്തിന് കൊടുക്കും. അവിടുന്ന് കൃപയുള്ളത് കൊണ്ടാ, അവിടുന്ന് കരുണ ചെയ്തത് കൊണ്ടാ, അവിടുന്ന് ദൈവം നമ്മെ നടത്തിയത്. അവിടെ ആരുടെ ഒരു മിടുക്കല്ല, ആരുടെ ഒരു ഗുണവിശേഷവുമല്ല. ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ കരുണയാ, ദൈവത്തിന്റെ ദയയാ.